കല്യാണം കഴിഞ്ഞ മുസ്ലിയാർക്ക് പോലുള്ള കുറെ ആളുകൾ ഈ 6 വീഡിയോസിലും 6 പുതിയാപ്പിളമാർ. അവർ തലകെട്ടിയിട്ടുണ്ട്. എന്റെയൊക്കെ തലകെട്ട് എന്ത് അവരുടെ തലകെട്ടിന് മുന്നിൽ, എന്റെയൊക്കെ ഡ്രസ്സ് എന്ത് അവരുടെ ഡ്രസ്സിന് മുന്നിൽ. അടിച്ചപ്പൊളി ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് പെണ്ണിനെ പിടിച്ചിട്ട് വട്ടം കറക്കാനും വീഡിയോക്ക് മുമ്പിൽ വെച്ച് കിസ് ചെയ്യാനും വൃത്തികേടുകൾ കാണിക്കാനും പെണ്ണിനെ കൊണ്ട് ഇത് പറയിപ്പിക്കാനും. എന്തേ അവരുടെ തലപ്പാവിനൊരു മാന്യത ഒന്നുമില്ലേ? ലാളിത്യമാണ് മതം പറയുന്നത്. അത്യാവേശം കൊണ്ട് മതത്തിന്റെ നിയമങ്ങളെ ധിക്കരിക്കാൻ ശ്രമിച്ചാൽ പടച്ച റബ്ബ് ഒരൊറ്റ പിടുത്തം പിടിക്കും. ചിലപ്പോ അല്ലാന്റെ റസൂലോ ഒരു കാരുണ്യത്തിന്റെ ബഹുമാൻ പ്രാർത്ഥിച്ചത് കൊണ്ടാ അപ്പെടുത്തി വീഴാത്തത്. എന്റെ ഉമ്മത്തിനെ തത്സമയത്ത് സൂക്ഷിക്കരുത്, ലൈവായിട്ട് അടിച്ചു നിർത്തരുതെന്ന് റബ്ബ് തആലയോട് അള്ളാഹുവിന്റെ റസൂൽ ഒരു പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഇടുത്തി വീഴാത്തത്. നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ പല പ്രവർത്തനത്തിലും ഒരാളെ കുറിച്ച് മാത്രമല്ല ഞാൻ പറയണത്, താന്തോന്നിത്വവും തോന്നിയാസം ചെയ്യുന്നവർ മൊത്തം. എന്നിട്ട് പെണ്ണ് വട്ടം കറങ്ങുക, ഇത് വീഡിയോ പിടിപ്പിക്കുക, മുസ്ലിം പെണ്ണിന്റെ പിറകെ ഇങ്ങനെ നടക്കുക. അവന്റെ ഭാര്യയാണ്, അവനത് ഹലാലല്ലേ എന്നൊക്കെ ചോദിക്കും. ഒറ്റത്തരേ ഉള്ളൂ ഹലാലാണ്. പക്ഷെ അതിന് ചില മാർഗങ്ങളും രീതികളും സന്ദർഭങ്ങളും ഉണ്ട്. പടച്ച റബ്ബിന്റെ കലാമിൽ നിന്ന് ഏത് വാക്കുകൊണ്ടാണ് ഇതൊക്കെ ന്യായീകരിക്കുക? തലകെട്ടുണ്ടല്ലോ, സാമാരെ കിടന്ന കുപ്പായിട്ടുണ്ട്, കിതാബൊക്കെ പരിചയം കാണും. പടച്ച റബ്ബിന്റെ കലാമിൽ നിന്ന് ഏത് വാക്കുകൊണ്ട് ഇത് ന്യായീകരിക്കാൻ പറ്റും? 33-ാം അധ്യായം അൽ അഹ്സാബിന്റെ 33-ാമത്തെ വാക്ക് വായിച്ചാലോ, വഖർന ഫീ ബുയൂത്തികുന്ന, അടങ്ങി ഒതുങ്ങി ജീവിക്കണം എന്നാണ്. ആണും പെണ്ണൊക്കെ. ഖുർആൻ സൂറത്തുൻ നൂർ പരിശോധിക്കാം, സൂറത്തുൽ അഹ്സാബിന്റെ മറ്റു ഭാഗങ്ങൾ പരിശോധിക്കാം. എങ്ങനെയാണ് ആണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് പെണ്ണ് ജീവിക്കേണ്ടത്? കൃത്യമായി മതം വരച്ചു കാണിക്കുന്നുണ്ട്. തലകെട്ടും കെട്ടിയിട്ട് ഈ മതത്തെ പറയിപ്പിക്കാൻ വേണ്ടി ഭാര്യനെയും പിടിച്ച് എത്രയോ മേലേക്കൊരു പാലത്തിലൂടെ നടന്നു പോയിട്ട് അവിടെ വെച്ചിട്ട് നിങ്ങൾ ശൃംഗാരം നടത്തുകയാണോ? മിതത്വവും സൗമ്യതയും നമ്മിൽ നിന്ന് കൈമോശം വരുമ്പോ നമ്മൾ തോറ്റു.